കേരളത്തിലെ ജനങ്ങളുടെ മനുഷ്യരുടെ ഐക്യത്തെ മനസ്സിലാക്കാനുള്ള റിയൽ കേരള സ്റ്റോറിയാണ് ഓണാഘോഷം എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എവിടെ ഏതൊക്കെ നിലയിൽ കേരളത്തിനെതിരെയുള്ള പ്രചരണം നടത്താൻ ശ്രമിച്ചാലും, എവിടെ ഏതൊക്കെ നിലയിൽ മലയാളികൾക്കെതിരെയുള്ള പ്രചരണം നടത്താൻ ശ്രമിച്ചാലും, എവിടെ ഏതൊക്കെ നിലയിലും കേരളത്തിലെ മലയാളികളുടെ ഐക്യത്തെ തുരങ്കം വെക്കാൻ കൂവി ശ്രമിച്ചാലും ആ കൂവലിൽ നിന്നും ഒരടി പിറകോട്ട് പോകുന്നവരല്ല മലയാളികൾ എന്ന പ്രഖ്യാപനമാണ് ഈ ഓണാഘോഷത്തിൽ പറയാനുള്ളത്. നമ്മളെപ്പോലെ തന്നെ പോലീസ് സേനാംഗങ്ങൾക്കും ഓണമുണ്ട്. നമ്മളെപ്പോലെ തന്നെ ഇവിടുത്തെ വോളണ്ടിയർ പ്രവർത്തനത്തിനും ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവർക്കും ഓണാഘോഷമുണ്ട്, കുടുംബമുണ്ട്, സുഹൃത്തുക്കളുണ്ട്. എന്നാൽ അതൊക്കെ ത്യജിച്ച് രാപ്പകലില്ലാതെ ഈ പരിപാടിക്ക് കഠിനാധ്വാനം ചെയ്ത എല്ലാ വകുപ്പിലെയും എല്ലാ വോളണ്ടിയർ പ്രവർത്തന നേതൃത്വം കൊടുത്ത മനുഷ്യന്മാരെയും എല്ലാവരെയും ഒരു അഭിവാദ്യം ചെയ്യാൻ, ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇത്തവണത്തെ ഓണാഘോഷത്തിൽ സംസ്ഥാന സർക്കാരും ടൂറിസം വകുപ്പും നേരത്തെ തന്നെ നിശ്ചയിച്ചത്, വളരെ നേരത്തെ, വിദേശത്തു നിന്നും ആളുകളെ നമ്മുടെ ഓണാഘോഷ പരിപാടി കാണാൻ വേണ്ടി കൊണ്ടുവരണമെന്നാണ്. അതിൻ്റെ ഭാഗമായി ഉത്തരവാദിത്ത ടൂറിസം മിഷൻ വിവിധ രാജ്യങ്ങളിൽ ഓണത്തെക്കുറിച്ചും ഓണാഘോഷത്തെക്കുറിച്ചും വലിയ നിലയിലേക്കുള്ള പ്രചരണം നടത്തി. അതിൻ്റെ ഭാഗമായി 10 രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്ത് ഓണാഘോഷം കാണാനും ഓണം അനുഭവിക്കാനും വേണ്ടി വന്ന വിദേശ സഞ്ചാരികളുണ്ട്, വിദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവരെ എല്ലാവരെയും ഈ തിരുവനന്തപുരത്തെയും കേരളത്തിലെയും ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ ടൂറിസം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ന്യൂയോർക്ക് ടൈംസ് കണ്ടിരിക്കേണ്ട 50 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ തിരഞ്ഞെടുത്തു. അതിൽ ഇന്ത്യയിൽ നിന്നും ഒരു പ്രദേശം മാത്രമാണ് ഈ 50 പട്ടികയിൽ ഇടം കണ്ടെത്തിയത്. ആ പ്രദേശം നമ്മുടെ കേരളമാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തെ തിരഞ്ഞെടുത്തു. കേരളത്തിലെ ഓണത്തിൻ്റെ പ്രത്യേകത, കേരളത്തിൻ്റെ ആതിഥേയ മര്യാദ, കേരളത്തിൻ്റെ മാനവിക ഐക്യം, കേരളത്തിൻ്റെ മത സാഹോദര്യം, ഇതിൻ്റെ സന്ദേശം പരത്താനാകുമെന്നുള്ളതാണ്. ജനങ്ങളിൽ സന്തോഷം പടർത്തി ജനങ്ങളിലാകെ ഓണം ആഘോഷിക്കാനുള്ള സാഹചര്യം സർക്കാർ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ലോകത്താകെയുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. ആ ഓണ ആഘോഷം കേരളത്തെക്കുറിച്ച് ലോകത്തിന് മനസ്സിലാക്കാൻ, കേരളത്തിലെ ജനങ്ങളുടെ മനുഷ്യരുടെ ഐക്യത്തെ മനസ്സിലാക്കാനുള്ള റിയൽ കേരള സ്റ്റോറിയാണ് ഓണാഘോഷം എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എവിടെ ഏതൊക്കെ നിലയിൽ കേരളത്തിനെതിരെയുള്ള പ്രചരണം നടത്താൻ ശ്രമിച്ചാലും, എവിടെ ഏതൊക്കെ നിലയിൽ മലയാളികൾക്കെതിരെയുള്ള പ്രചരണം നടത്താൻ ശ്രമിച്ചാലും, എവിടെ ഏതൊക്കെ നിലയിലും കേരളത്തിലെ മലയാളികളുടെ ഐക്യത്തെ തുരങ്കം വെക്കാൻ കൂവി ശ്രമിച്ചാലും ആ കൂവലിൽ നിന്നും ഒരടി പിറകോട്ട് പോകുന്നവരല്ല മലയാളികൾ എന്ന പ്രഖ്യാപനമാണ് ഈ ഓണാഘോഷത്തിൽ പറയാനുള്ളത്. ജനങ്ങൾ ആഘോഷത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ്, കേരളത്തിലെ ജനങ്ങളുടെ ഐക്യത്തിൻ്റെ പ്രതിഫലനമാണ് നിങ്ങളുടെ ഈ ശബ്ദവും നിങ്ങളുടെ ഈ പിന്തുണയും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അടുത്ത ഓണാഘോഷം ഇതിലും ഗംഭീരമായി നമുക്ക് ആഘോഷിക്കാം. അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി കേരളത്തിൻ്റെ മാനവിക ഐക്യമാണ്, കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി കേരളത്തിൻ്റെ മത സഹോദര്യമാണ്, ആതിഥേയ മര്യാദയാണ് എന്നുള്ള പ്രഖ്യാപനമാണ് ഇത്തവണത്തെ ഓണാഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.